ഏകദേശം പകുതി കൂടുതൽ ആൾക്കാരാണ് ഓരോ വർഷവും കേരളത്തിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് തോക്കുന്നത്. ഞാനും എന്റെ ആദ്യത്തെ ശ്രമത്തിൽ 2 കാറും ബൈക്കും രണ്ടും തോറ്റ ഒരാളാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന ഈ കാര്യങ്ങൾ എന്നോട് ഇതുപോലെ ആരെങ്കിലും ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ആദ്യത്തെ ശ്രമത്തിൽ തന്നെ ജയിച്ചു പോയേനെ. കാരണം ഇത് ആരും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ യൂട്യൂബിൽ തന്നെ 10 മിനിറ്റ് കൊണ്ട് ഡ്രൈവിംഗ് ശരിയാക്കി കൊടുക്കുന്നവരുണ്ടാവും, ഒരൊറ്റ വീഡിയോ കൊണ്ട് റെഡിയാക്കി കൊടുക്കുന്നവരുണ്ടാവും. പക്ഷെ യാഥാർത്ഥ്യം ഇത് നോക്കി എത്രയോ വ്യത്യസ്തമാണ്. ഞാൻ ഈ വീഡിയോ കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളും അതുപോലെ തന്നെ എന്റെ ആദ്യ ശ്രമത്തിൽ ഞാൻ ചെയ്ത മണ്ടതരങ്ങളും ഞാൻ തോൽക്കേണ്ട കാരണങ്ങളും ഒക്കെയാണ്. കാരണം ഇനി എന്നെ പോലെ നിങ്ങൾ തോൽക്കാൻ പാടില്ല. ഡ്രൈവിംഗ് സ്കൂളിനായാലും RTOനായാലും നമ്മൾ എത്ര പ്രാവശ്യം തോറ്റാൻ ജയിച്ചാൽ ഒരു കാര്യമില്ല. കാരണം അവർക്ക് അത്രേ പൈസ കിട്ടുകയുള്ളൂ. ഒരു റീടെസ്റ്റ് ആയിട്ടും മറ്റേ ഓരോ ഇതിലും അവർക്ക് പൈസ കിട്ടുകയുള്ളൂ. ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാനുള്ള ഈ പ്രോസസ്സിനെ നമുക്ക് വേണമെങ്കിൽ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത് നമ്മൾ ലേണേഴ്സ് പരീക്ഷ പാസ്സാവണം. അത് ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന, ട്രാഫിക് റൂൾസ് ഒക്കെ ചോദിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. അതിൻ്റെ അകത്ത് 20 ചോദ്യത്തിലെ 12 ചോദ്യങ്ങളും മിനിമം നിങ്ങൾ കറക്റ്റ് ആക്കിയാൽ മാത്രമാണ് നിങ്ങൾ പാസ്സാവുള്ളൂ. ഈ ലേണേഴ്സ് കഴിഞ്ഞിട്ട് മിനിമം 1 മാസം കഴിഞ്ഞാലേ നിങ്ങൾക്ക് അടുത്ത പെർമനന്റ് ഡ്രൈവിംഗ് ടെസ്റ്റിന് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒബ്വിയസ്ലി നമ്മൾ ഈ 1 മാസത്തിന്റെ കാലയളവിൽ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കണം. അപ്പോൾ ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് ഈ പെർമനന്റ് ലൈസൻസ് എടുക്കുന്നതിന്റെ കുറച്ച് മുന്നേറ്റം RTOന്റെ ക്ലാസ് ഉണ്ടാവും. അവർ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസും അതുപോലെ തന്നെ ടെസ്റ്റിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു RTO എടുക്കുന്ന MVD എടുക്കുന്ന ഒരു ക്ലാസ് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ആ അറ്റൻഡ് ചെയ്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ആ പേപ്പർ ഉണ്ടാവും. നിങ്ങളെ ലേണേഴ്സ് പരീക്ഷ പാസ്സായ പേപ്പർ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായാലും എടുക്കണം. അപ്പോൾ എനിക്ക് എൻ്റെ ഡ്രൈവിംഗ് സ്കൂളിൽ ഒരു ഇതൊന്നും പറഞ്ഞാൽ മതിയില്ല. ഞാൻ ഈ ലേണേഴ്സ് ലൈസൻസ് എടുക്കാൻ പേപ്പർ എടുക്കാണ്ട് അവിടെ പോയി. അപ്പോൾ അവിടെ പോയപ്പോൾ ഇതെടുക്കാണ്ട് അവർ ഒരു സീൽ ചെയ്തു. ആ പേപ്പറിൽ ഒരു സീൽ ചെയ്യണം. അപ്പോൾ ഇത് ഇല്ലാണ്ട് കയറ്റൂല എന്ന് പറഞ്ഞത്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഈ നമ്മളെ ഫോണിലുള്ള നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് അതിന്റെ പ്രിന്റ് എവിടെ പോയി എടുക്കണം. പക്ഷെ അന്നത്തെ ദിവസം ഇത് നമ്മളെ ഈ ഗ്രൗണ്ട് തന്നെ ഒരു മലേന്റെ മേലെ. അപ്പൊ ആ സ്ഥലത്താണ് മര്യാദയ്ക്ക് ബസ് റൂട്ടും ഇല്ല, ഒന്നുമില്ല. അധികം ബസ് റൂട്ട് കുറവുള്ള സ്ഥലമാണ്. ഒരു കുന്നിന്റെ മേലെയാണ് ഈ ഗ്രൗണ്ട് വരുന്നത്. ഞാൻ തന്നെ പിന്നെയും ഞാൻ എൻ്റെ 6 കിലോമീറ്റർ അപ്പുറത്തുള്ള വീട്ടിൽ പോയി ആണ് എടുത്തത്. അപ്പൊ അത് നിങ്ങളൊന്ന് ഓർക്കുക. ഈ RTOന്റെ ക്ലാസ് പോകുമ്പോൾ ഈ പേപ്പർ ലേണേഴ്സ് പരീക്ഷ പാസ്സായ ആ പേപ്പറിന്റെ പ്രിന്റ് എടുത്തിട്ട് പോകണം. അപ്പോൾ അത് കഴിഞ്ഞാൽ ജസ്റ്റ് സിമ്പിൾ ആയ ക്ലാസ് ആണ്. പിന്നെയാണ് ഈ പെർമനന്റ് ആയിട്ട് നിങ്ങളെ ടെസ്റ്റിന്റെ അപ്പിയർ ചെയ്യുന്ന ഇത് വരുന്നത്. അപ്പൊ അന്നേരം ആ പേപ്പർ എല്ലാം കൊണ്ട് നിങ്ങൾ അവിടെ പോകണം. അല്ലെങ്കിൽ അധികവും നമ്മൾ പേപ്പർ എടുക്കേണ്ടി വരില്ല. ഈ ഡ്രൈവിംഗ് സ്കൂളിലെ ആൾക്കാർ തന്നെ അവിടെ പേപ്പർ എത്തിച്ചു കൊടുക്കുകയാണ് സാധാരണ എല്ലാ സ്ഥലത്തും ചെയ്യുന്നത്. അപ്പോൾ ജൂലൈ 31 തീയതിയാണ് എനിക്ക് എൻ്റെ ആദ്യത്തെ ടെസ്റ്റ് കിട്ടിയത്. അപ്പോൾ ആ ദിവസം രാവിലെ തന്നെ 8 മണിക്ക് ഞാൻ ഈ ഗ്രൗണ്ടിലെത്തി. അപ്പോൾ എനിക്കെല്ലാം എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ ഈ നമ്മളെല്ലാ പേപ്പർ നമ്മൾ ഒരു പേപ്പർ എടുക്കേണ്ട ആവശ്യം, എല്ലാ പേപ്പറും ഈ ഡ്രൈവിംഗ് സ്കൂളിലെ കയ്യിലുണ്ടാവും. ആ ടെസ്റ്റിന്റെ ആ ദിവസം തന്നെ ആ പേപ്പർ നമുക്ക് അവിടെ എത്തിച്ചേരുക ചെയ്യാം. അപ്പൊ ഞാൻ അന്ന് പോയപ്പോൾ ഇയാളോട് ചോദിച്ചപ്പോൾ ഇയാളിങ്ങനെ തപ്പുക, എന്റെ പേപ്പർ ഓരോ പേപ്പർ ഇങ്ങനെ മറിച്ച് നോക്കുക എന്റെ പേപ്പർ എടുത്തില്ല. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായി. അയാളാണെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിൽ ഉത്തരവാദിത്തം ഇല്ലാത്തൊരു വർത്താനം പറഞ്ഞു. ഇനി പറയണ്ടേ, വിളിച്ചു പറഞ്ഞേ, ആദ്യം അവരോട് പറയണ്ടേ ഡ്രൈവിംഗ് ടെസ്റ്റ് ആ ദിവസമുള്ളത് അവരോട് പറയണ്ട, അങ്ങനെ ഓരോ കാര്യം പറഞ്ഞിട്ട് ഒഴിഞ്ഞു പറഞ്ഞു. അപ്പൊ എനിക്ക് പെട്ടെന്ന് ടെൻഷനായി. അന്നേരം തന്നെ ഓഫീസിൽ പോയിട്ട് ഡ്രൈവിംഗ് പേപ്പറെല്ലാം എടുക്കാന്ന് വെച്ചാൽ അന്ന് ഓഫീസ് തുറന്നിട്ടില്ല. ഈ 8 മണിക്കൊന്നും ഒരു ഓഫീസ് തുറക്കില്ലല്ലോ. ഈ 10 മണി 9 വരെ എല്ലാം വലിയ തുറക്കുള്ളൂ. എനിക്കാണെങ്കിൽ പേടിയായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്നതിന്. പിന്നെ എങ്ങനെയല്ലോ ഇവര് പോയി വേറെ സ്ഥലത്ത് ഇതിന്റെ ഫോണിലുള്ള അതിന്റെ നമ്പർ വെച്ച് പ്രിന്റ് എടുത്ത് അങ്ങനെ ഇതാക്കിയിട്ടാണ് എനിക്ക് കിട്ടിയത്. ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് നമ്മളെ 3 ബാച്ചായിട്ട് തരംതിരിച്ചത്. അപ്പൊ എന്റെ പേര് ഫസ്റ്റ് S ആയതുകൊണ്ട് തന്നെ എനിക്ക് ലാസ്റ്റ് 3ാമത്തെ ബാച്ചാണ് കിട്ടിയത്. അന്നേരം തന്നെ നമ്പർ ഓരോരുത്തർക്കും ഒരു നമ്പർ കൊടുക്കും. അപ്പൊ എനിക്ക് എന്റെ നമ്പർ കിട്ടിയില്ല. ഞാൻ ഇതിനു വേണ്ടി പോയോണ്ട് ആ നമ്പർ വിളിക്കുമ്പോൾ ഞാൻ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ എന്നോട് വേറെ പറഞ്ഞ നീ അയാളെ കണ്ടിട്ട് അവിടെ ഒരു ഉദ്യോഗസ്ഥൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ കണ്ടിട്ട് നമ്പർ ജസ്റ്റ് ചോദിച്ചോളാം പറഞ്ഞു. അപ്പൊ ഞാൻ അയാളുടെ അടുത്ത് പോയി, സാർ എന്റെ നമ്പർ എന്താ ചോദിച്ചത് ഓർമ്മ. അയാൾ എന്റെ അടുത്ത് ഷൗട്ട് ചെയ്ത്, എനിക്ക് ഇങ്ങനെയാണോ നിന്റെ മര്യാദ, നീ ഇങ്ങനെയാണോ ചോദിക്കാൻ ഇവിടെ ഇതാക്കുന്ന കണ്ടില്ലേ, അങ്ങനെയുള്ള ഓരോ കാരണങ്ങളും എന്റെ ഭാഗത്തേക്ക് തെറ്റ്. അപ്പൊ ഷൗട്ട് ചെയ്തു. പിന്നെ ഞാൻ പോയി, പിന്നെ നമ്പറും കിട്ടി. അങ്ങനെ ജൂലൈ 31 തീയതി ഞാൻ എന്റെ ആദ്യത്തെ ടെസ്റ്റ് രണ്ടും തോറ്റുപോയി. എനിക്ക് റോഡ് കിട്ടിയില്ല, ഗ്രൗണ്ട് മാത്രമേ കിട്ടിയുള്ളൂ. അപ്പൊ അന്നത്തെ ദിവസം വെച്ചാൽ എനിക്ക് വളരെ സങ്കടമുള്ള ദിവസം. ഞാൻ വീട്ടിൽ വന്ന് ജസ്റ്റ് കിടക്കുക മാത്രമേ ചെയ്തത് സങ്കടം കൊണ്ട്. അപ്പം എനിക്ക് തോറ്റ മാത്രമല്ല, തോറ്റ് പൈസയും പോയി, പിന്നെയും പൈസ കൊടുത്ത് അപ്പിയർ ചെയ്യണം. പിന്നെ രാവിലെ തന്നെ പിന്നെയും ഇവരോട് കാറിൽ പഠിക്കാൻ പിന്നെയും പോകണം. അതെല്ലാവരും എനിക്ക് സങ്കടമായി. എന്റെ ഹാഫ് ടെസ്റ്റിലാണ് എനിക്ക് കാറ് പോയത്. ബൈക്ക് തന്നെ വളക്കുമ്പോൾ കാല് കുത്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബൈക്കും പോയത്. അത് മുഴുവൻ എന്റെ മറ്റേ വീഡിയോ ഒന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അന്നേരം അമ്മ പറഞ്ഞ സാരില്ല, പൈസന്റെ ഇനി നോക്കണ്ട, നമുക്ക് എത്രയോ നഷ്ടങ്ങൾ വേറെ വന്നിട്ടുണ്ട്, പക്ഷെ അതൊന്നും നോക്കിയാൽ നടക്കൂല.
അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ തോറ്റാലും ഇനി പിന്നെ പഠിക്കാനല്ല ഞാൻ പോകുന്നത്. അപ്പം കൂടുതൽ പഠിക്കുകയല്ലേ ചെയ്യും, ഇനി പിന്നെ അടുത്തതിന് നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെയും ഇവരടുത്ത് ഡ്രൈവിംഗ് പഠിക്കാൻ ഒന്നുകൂടി പോയി. കുറേ ക്ലാസ് ഞാൻ പോയി ആദ്യം, അപ്പോൾ പിന്നെയും പോയി. അങ്ങനെ പിന്നെ എനിക്ക് റീടെസ്റ്റിന് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് സെപ്റ്റംബർ 25 എൻ്റെ ഡേറ്റ് കിട്ടിയത്. ഞാൻ ജൂലൈ 31 കഴിഞ്ഞാൽ എനിക്ക് സെപ്റ്റംബർ 25 എൻ്റെ ഡേറ്റ് കിട്ടിയത്. അപ്പം എനിക്കത് എന്തായാലും മുന്നോട്ടാക്കേണ്ട ആവശ്യമുണ്ട്. എൻ്റെ കോളേജ് തുടങ്ങാൻ സമയമായി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇത് എടുക്കേണ്ട ഒരു സങ്കടം എനിക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പം 2ാം ശ്രമത്തിൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ എനിക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റില്ല. മംഗലാപുരത്ത് പോയി പഠിക്കാനുണ്ട്. അപ്പോൾ അവിടെ പോയി പിന്നെ ഇവിടുന്ന് നാട്ടിൽ നിന്ന് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ ഇതെല്ലാം എൻ്റെ മനസ്സിലിങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ എന്താ ചെയ്യുക അതെല്ലാം ആലോചിച്ചിങ്ങനെ ഇരിക്കുന്നതായിരുന്നു. ഞാൻ സെപ്റ്റംബർ 25 ഡേറ്റ് ഞാൻ എൻ്റെ RT ഓഫീസിൽ പോയിട്ട് മുന്നോട്ടാക്കി. അപ്പോൾ RT ഓഫീസ് പോകുമ്പോൾ ഒരു മുതിർന്ന ഒരാൾ കൂടെ കൂട്ടുന്ന നല്ലതായിരിക്കും. കാരണം ഞാൻ ആദ്യം ഒറ്റയ്ക്ക് പോയപ്പോൾ അയാൾ ഭയങ്കര ദേഷ്യപ്പെട്ട് ചീത്ത പറയും. എനിക്കിഷ്ടമുള്ളത് പോലെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഒരാളും കൂടി ഉണ്ടെങ്കിൽ അയാൾ പറയില്ല. ഞാൻ എൻ്റെ കോളേജിലെ ഇതൊന്നും തരില്ല, അവർ ഫോം തന്നില്ല. അപ്പോൾ അതെല്ലാം കാണിച്ചു കൊടുത്ത് അദ്ദേഹത്തോട് പറഞ്ഞ് കോളേജിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഒരു മുന്നോട്ടാക്കി തന്നു. ഡ്രൈവിംഗ് സ്കൂൾ തന്നെ 100-200 രൂപ കൊടുത്താൽ മുന്നോട്ടാക്കി തരുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ഞാൻ RTO പോയിട്ട് തന്നെയാണ് ചെയ്തത്. അങ്ങനെ എൻ്റെ ഡേറ്റ് ആഗസ്റ്റ് 14 തീയതിക്ക് മുന്നോട്ടേക്കാക്കി. എന്നെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ സത്യം പറയാനല്ല, എനിക്ക് ഇതിനെപ്പറ്റി ആദ്യം ഒരു കാര്യം അറിയില്ലായിരുന്നു. പണ്ടൊക്കെ കുറെ മുന്നൊക്കെ ഈ ബൈക്കിന് എൻ്റെ വീട്ടിൽ ആക്റ്റീവ ആയിരുന്നുള്ളൂ, മറ്റേ ബൈക്ക് ഉണ്ടായിരുന്നില്ല. ആക്റ്റീവ മാത്രമാണ് അന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഈ മറ്റേ ആക്റ്റീവ പോലെ തന്നെ ബൈക്കിനും മറ്റേ ഇപ്പോൾ ഇടത്തെ ഭാഗത്തെ ക്ലച്ച് ഉണ്ടാവുമല്ലോ, അപ്പൊ വലത്തെ ഭാഗത്ത് ബ്രേക്ക് ഉണ്ടാവും. ഞാൻ ആദ്യം വിചാരിച്ചത് ഇതുപോലെ തന്നെ 2 ബ്രേക്ക് ആകാൻ ഞാൻ വിചാരിച്ചത്. അത്രയും മണ്ടനായിരുന്നു ഞാൻ ഇതിന്റെ മുന്നേ ഒക്കെ. പിന്നെ എൻ്റെ വീട്ടിൽ അന്ന് ഓട്ടോമാറ്റിക് കാറായിരുന്നല്ലോ, അപ്പോൾ അതിനകത്ത് നിന്ന് പഠിക്കാൻ പറ്റും. ഓട്ടോമാറ്റിക് കാറിൽ നിന്ന് ഇത് പഠിച്ചാൽ മറ്റേ ഓടിക്കാൻ ഭയങ്കര പ്രശ്നം വരും. അപ്പോൾ അത് മാത്രമല്ല, എനിക്ക് പണ്ട് മുതൽ ചെറുപ്പം മുതൽ തന്നെ എനിക്ക് കുറെ കാര്യങ്ങൾ ഈ മൾട്ടിപ്പിൾ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ കുറച്ച് പ്രശ്നം വരും. ഏതെങ്കിലും ഒന്ന് വിട്ടു. ഇപ്പോൾ ഡ്രൈവിംഗ് കഴിഞ്ഞാണെങ്കിൽ ഈ ബ്രേക്ക് ചവിട്ടുമ്പോൾ ക്ലച്ച് അമർത്താൻ മറന്നു, ഗിയർ മാറ്റുമ്പോൾ ക്ലച്ച് ചവിട്ടാൻ മറന്നു, ഇൻഡിക്കേറ്റർ ഇടാൻ മറന്നു പെട്ടെന്ന്. അങ്ങനത്തെ ഒരു പ്രശ്നം പണ്ട് മുതലേ ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം കൊണ്ട് വലിയ ടെൻഷനാണ് മെയിനായിട്ട്. MVD യൂണിഫോം ഇട്ടിട്ട് ഇടത്തെ ഭാഗത്ത് ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ എന്തോ ടെൻഷൻ വരും. അപ്പൊ ആദ്യമൊക്കെ അതെല്ലാം കൊണ്ട് ഞാൻ തോറ്റുപോയത്. പിന്നെ അദ്ദേഹം എന്തോ ഒരു പ്രത്യേക സ്വഭാവക്കാരനായിരുന്നു. എൻ്റെ ഒരു അനുഭവം പറയാം. അദ്ദേഹത്തിനോട് അയാള് എന്റെ കാറിലിരുന്ന് വണ്ടി എടുത്തോന്ന് പറഞ്ഞു. അപ്പൊ അന്ന് തുടങ്ങുമ്പോൾ തന്നെ അയാൾ പറഞ്ഞെങ്കിൽ നേരെ പോയിട്ട് റൈറ്റ് എടുത്തോന്ന്. ഞാൻ പിന്നെ മറ്റേ റോഡിലേക്ക് മെയിൻ റോഡിലേക്ക് കടക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തോടൊന്നും ചോദിച്ചാൽ റൈറ്റ് അല്ലേ ചോദിച്ചാൽ. അപ്പൊ അന്നേരം തന്നെ ഇയാള് ദേഷ്യപ്പെട്ടിട്ട് ഇയാൾ എന്ത് ചെയ്യണം അനാവശ്യമായി സംസാരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അയാളെ കുറ്റം പറഞ്ഞില്ല, പക്ഷെ എന്റെ അനുഭവം അങ്ങനെ ആയിപ്പോയി. എനിക്ക് അയാളെ കിട്ടിയത്. ബാക്കി മാത്രമല്ല, ഫെയിലായത് വേറെ സങ്കടപരം കാണാൻ സാറില്ല. എന്റെ കൂടെ വന്ന് ബാക്കി 2 കിട്ടി, എനിക്ക് മാത്രം കിട്ടിയില്ല. അവർ സെക്കൻഡ് ബാച്ചാണ്, ഞാൻ തേർഡ് ബാച്ച്. ഇതുകൊണ്ടൊന്നും അവസാനിച്ചില്ല. ഞാൻ ഈ പേപ്പർ എടുത്തിട്ട് നമ്മളെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉള്ള സമയത്ത് എന്റെ കുറെ ഡോക്യുമെന്റ്സ് എടുത്തിട്ട് ക്യൂവിൽ നിൽക്കുന്നതായിരുന്നു. അപ്പൊ ഓരോരുത്തർ മുന്നോട്ട് പോകുന്നതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകില്ലേ. അപ്പോൾ ഇപ്പൊ എന്റെ മുന്നിലത്തെ ഒരാള് എത്തി. ഇപ്പൊ അടുത്ത ഞാനാണ് പോകേണ്ടത്. അപ്പൊ അയാള് കുറച്ചും കൂടി മുന്നോട്ട് പോയത്. അപ്പൊ അയാളെ ഭയങ്കര ദേഷ്യപ്പെട്ടില്ല. എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല. എനിക്ക് എങ്ങനെ നിൽക്കേണ്ടതെന്ന് അതിനെ പറ്റി അറിയില്ല. പക്ഷെ സാധാരണ നിൽക്കുന്ന പോലെ എന്റെ ഭാഗത്തായിരിക്കും തെറ്റ്. അയാള് പെട്ടെന്ന് ദേഷ്യപ്പെട്ടത് തന്നോടാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്, ഞാൻ തന്നെ വിളിച്ചോ അങ്ങനെ പറഞ്ഞ് ഭയങ്കര ചൂടായിട്ട് സംസാരിച്ചു. അവസാനം ഞാൻ പോയി ഇത് കൊടുത്ത് അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ബാഡ് ഇംപ്രഷൻ കൂടിയാണ് എന്റെ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്നത്. എന്റെ പല സുഹൃത്തുക്കൾ തന്നെ വയനാട്ടിലെല്ലാം പോയിട്ട് ലൈസൻസ് എടുത്ത ആൾക്കാരുണ്ട്. അവിടുന്ന് പെട്ടെന്ന് ലൈസൻസ് കിട്ടുന്നില്ലാണ് അവർ പറയുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം തന്നെ ഞാൻ ആദ്യത്തെ വർഷം തോറ്റപ്പോൾ തന്നെ മതി ഈ പുറത്തുനിന്ന് ഇപ്പൊ എന്തായാലും എനിക്ക് മംഗലാപുരത്ത് പോയി പഠിക്കേണ്ടി വരും. അപ്പൊ അവിടുന്ന് ലൈസൻസ് എടുക്കാനാണ് വിചാരിച്ചത്. അപ്പം എന്ത് പറഞ്ഞാലും ഇപ്പൊ അവിടുത്തെ ലൈസൻസ് കൊണ്ട് ഇവിടെ വന്നിട്ട് ഓടിക്കയറുന്നൊന്നും അവർക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളെ നാട്ടിൽ നിന്ന് എടുക്കുമ്പോൾ ലൈസൻസ് കിട്ടുമ്പോൾ നമ്മളെ KL കഴിഞ്ഞിട്ട് നമ്മളെ രജിസ്ട്രേഷൻ നമ്പർ കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് പിന്നെയും ഇവിടുന്ന് തന്നെ എടുക്കാന്ന് വെച്ച് വന്നത്. എന്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഡ്രൈവിംഗ് എടുക്കാനും പഠിക്കാനും ഒക്കെ ആയിട്ട് ഏകദേശം 13,000 രൂപേന്റെ അടുത്ത് ചെലവ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ തോറ്റുകൊണ്ട് തന്നെ ഫസ്റ്റ് ഫെയിൽ ആയതുകൊണ്ട് തന്നെ റീടെസ്റ്റിന് കൊടുത്ത തുകയും ബാക്കി ചില്ലറ എക്സ്പെൻസ് ഒക്കെ നോക്കുമ്പോൾ ഏകദേശം 14 രൂപേന്റെ അടുത്ത് തന്നെ മൊത്തം ചെലവ് വരുന്നുണ്ട്. അപ്പൊ ആ വീഡിയോ കണ്ടിട്ടില്ല ഒന്ന് കണ്ടു നോക്കും. അപ്പൊ എന്നോട് എന്നെ പല ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഈ തുക കുറച്ച് കൂടുതലല്ലേ, അവർ ഇതിനെക്കാട്ടും ചെറിയ തുകക്കാണ് ലൈസൻസ് എടുത്തത് നോക്കാൻ. ശരിയാണ്, പല ഡ്രൈവിംഗ് സ്കൂൾ പല തുകയാണ് വാങ്ങുന്നത്. ചിലര് 9,000 രൂപ കൊടുക്കുന്നവരുണ്ട്, 10,000 ഉണ്ട്, 12,000 അങ്ങനെ പല തുക വാങ്ങുന്നവരുണ്ട്. ഇപ്പൊ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ ഈ പൈസ മാത്രമല്ല, ഇപ്പൊ എല്ലാവർക്കും ഡ്രൈവിംഗ് അറിയാന്ന് വെച്ചിട്ട് ആയിരിക്കും ഈ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ കഴിയില്ല. അതിന് പ്രത്യേക കഴിവ് വേണോ, സ്കില്ല് വേണോ, ഈ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള മെന്റാലിറ്റി ഒക്കെ വേണം. ഇപ്പൊ
ഇപ്പൊ ഡ്രൈവിംഗ് സ്കൂളിൽ സഹായം ഇല്ലാണ്ട് സ്വന്തമായിട്ട് ഇപ്പോൾ ലൈസൻസ് ഉള്ള വേറെ സഹായത്തോടു കൂടി നമ്മളെ ലൈസൻസ് അപ്ലൈ ചെയ്യുമ്പോൾ കുറെ പ്രശ്നങ്ങൾ നേരിടേണ്ട സാധ്യതയുണ്ട്. നമ്മൾ പല കാരണങ്ങൾ പറഞ്ഞാൽ നമ്മള് റിജക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിന്റെ പിന്നിൽ വേറെ കുറെ കളികളുണ്ടാവും, അതെനിക്കറിയില്ല. പല ആൾക്കാർക്കും ചിലപ്പോൾ പല ലാഭങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും. പുറത്തുള്ള സംസ്ഥാനത്തിന് അത്ര ഇല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയി ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും. അത് നമുക്ക് അറിയാത്ത കാര്യമാണ്. അങ്ങനെ ആഗസ്റ്റ് 14 തീയതി എനിക്ക് ലൈസൻസ് കിട്ടുന്നു. പിന്നെ അതിന്റെ പിന്നിലുള്ള സംഭവ ബഹുലമായിട്ടുള്ള കഥകളൊക്കെ എന്റെ ആദ്യത്തെ വീഡിയോ പറഞ്ഞു. അത് പിന്നെയും റിപ്പീറ്റഡ് ആയി പറയുമ്പോൾ ചിലപ്പോൾ ബോറടി തോന്നും. പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ ഇതിലൊന്നും വലിയ കാര്യമില്ല. നമ്മളിപ്പോ ആദ്യത്തെ ശ്രമത്തിൽ തന്നെ ലൈസൻസ് കിട്ടിയ ആൾക്കാരും ഇപ്പൊ ലൈസൻസ് മാത്രമായിട്ട് വീട്ടിലിരിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ശ്രമിക്കുക. നമ്മളിപ്പോ ലൈസൻസ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും അങ്ങനെ അറിയില്ല. നമ്മളിപ്പം അപ്പാട് റോഡിൽ എടുക്കാൻ പോകാൻ പറ്റില്ല. ഒരാളെ സഹായം തന്നെ വേണ്ടി വരും. അതിന്റെ പുറത്ത് അറിയാത്ത ആൾക്കാർക്ക്. ഞാൻ തന്നെ ഇപ്പൊ ഒരാളില്ലാണ്ട് അങ്ങനെ കാറൊന്നും പുറത്തതാക്കലില്ല. ഇന്നലെ തന്നെ വണ്ടി ബാക്കോട്ട് എടുക്കുമ്പോൾ ചട്ടി പൊട്ടിപ്പോയി. നമ്മള് ശ്രമിക്കുക. ഇപ്പൊ അപകടങ്ങളും ആയിരത്തും വരാം. പക്ഷെ നമ്മള് പരമാവധി നോക്കി പേടിക്കാണ്ട് എടുക്കാൻ പറ്റും. ചില ആൾക്കാർ റോഡ് നല്ല നമ്മള് പഠിക്കുന്നത് കാണുമ്പോൾ ഓൺ അടിച്ചുകൊണ്ടിരിക്കും. അതൊന്നും നോക്കി നമുക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പൊ അത് നമുക്ക് പഠിക്കണ്ടല്ലോ. ഒരു നമ്മള് ആവശ്യത്തിന് നമുക്ക് വണ്ടി ഓടിച്ചു തരില്ലല്ലോ. അപ്പൊ ഇതാണ് എന്റെ ഓണത്തിന്റെ ഡ്രസ്സ്. ഒരു മാറ്റത്തിന് വേണ്ടി ഒരു ഗെറ്റ് പോലെ ചെയ്യാൻ വിചാരിച്ചത്. ഏകദേശം ഞാൻ ഈ വീഡിയോ പിന്നെ ആദ്യത്തെ വീഡിയോയിൽ കൂടി പറഞ്ഞെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കും. ജസ്റ്റ് 6 മിനിറ്റുള്ള ഒരു വീഡിയോ ആണത്. ഇന്നലെ തുടങ്ങിയത് വീഡിയോ എടുക്കാൻ. ഇന്നാണ് ഏകദേശം ഒന്ന് കഴിഞ്ഞത്. ഇപ്പം എന്തായാലും ഇത് ഓണം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളെല്ലാം കാണാനുണ്ടാവും. എന്താ അഭിപ്രായങ്ങളാണെങ്കിൽ നല്ലതോ ചീത്തോ അല്ലെങ്കിൽ ഈ വീഡിയോയെ കുറിച്ച് എന്താണെങ്കിലും ദയവേത് കമന്റ് ചെയ്യുക. നല്ലതോ മോശമായാലും എനിക്ക് അതിനനുസരിച്ച് ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഒരാളും ഇത് പറഞ്ഞുതരാനില്ല. നിങ്ങൾ ഇത്ര ലാസ്റ്റ് വരെ കാണുന്നുണ്ടെങ്കിൽ തന്നെ അതിനകത്ത് വലിയ നേട്ടമാണ്. ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.